ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മറ്റൊരു അട്ടിമറി കൂടി സംഭവിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ക്ലബ്ബുകൾ തങ്ങളുടെ കരുത്ത് വീണ്ടും പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ബ്രസീലിയൻ വമ്പന്മാരായ ഫ്ലമംഗോയാണ്. 1-3 ഗോളുകൾക്കാണ് ഇന്നലത്തെ മത്സരത്തിൽ ചെൽസി ഫ്ലമംഗോയോട് പരാജയപ്പെട്ടിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ഫ്ലമംഗോ തന്നെയാണ്. കൂടുതൽ അറ്റാക്കുകൾ നടത്തിയത് ഫ്ലമംഗോ തന്നെയാണ്. ആധികാരികമായ ഒരു വിജയം തന്നെയാണ് ഈ ബ്രസീലിയൻ ക്ലബ്ബ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തത് ചെൽസിയായിരുന്നു. 13ാമത്തെ മിനിറ്റിൽ പെഡ്രോ നെറ്റോ ലീഡ് കണ്ടെത്തുകയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഫ്ലമംഗോ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു എന്നുള്ളതാണ്. ബ്രൂണോ ഹെൻറിക്കെ, അതുപോലെ തന്നെ ഡാനിലോ, അതുപോലെ തന്നെ യാൻ എന്നിവരാണ് ഈ മത്സരത്തിൽ ഫ്ലമംഗോക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. 68ാമത്തെ മിനിറ്റിൽ നിക്കോളാസ് ജാക്സൺ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയത് ചെൽസിക്ക് തിരിച്ചടി ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതോടുകൂടി ഫ്ലമംഗോ അടുത്ത റൗണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 2ലും വിജയിക്കാൻ ഫ്ലമംഗോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വ്യക്തി. അത് മറ്റാരുമല്ല, ഫ്ലമംഗോയുടെ പരിശീലകനായ ഫിലിപ്പെ ലൂയിസ് തന്നെയാണ്. അദ്ദേഹം പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഈ ബ്രസീലിയൻ ക്ലബിന് നല്ല കാലമാണ്. ഇപ്പോഴിതാ ചെൽസിയെ കൂടി അദ്ദേഹം പരാജയപ്പെടുത്തിയിരിക്കുന്നു. ലൂയിസിന്റെ മുൻ ക്ലബ്ബാണ് ചെൽസി. ആ ചെൽസിയെ തൻ്റെ പരിശീലക റോളിൽ പരാജയപ്പെടുത്താൻ ഇപ്പോൾ ഫിലിപ്പെ ലൂയിസിന് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 49 മത്സരങ്ങളാണ് ഫ്ലമംഗോ ഫിലിപ്പെ ലൂയിസിന് കീഴിൽ കളിച്ചിട്ടുള്ളത്. അതിൽ കേവലം 3 മത്സരങ്ങളിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. 3 കിരീടങ്ങൾ ഈ ടീമിന് നേടിക്കൊടുക്കാൻ ലൂയിസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനമാണ് ഫിലിപ്പെ ലൂയിസിന് കീഴിൽ ഫ്ലമംഗോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ബ്രസീലിയൻ ദേശീയ ടീം പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഫിലിപ്പെ ലൂയിസ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.